സാജു കണ്ണന്തറ കൂടി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ കേരള ഘടക മേധാവി കൂടിയാണ് അദ്ദേഹം. ശ്രീ സാജു കണ്ണന്തറ, ഇതിപ്പോ BJPയുടെ ഒരു സവിശേഷത കൊണ്ടല്ല, ആം ആദ്മി പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നം കൊണ്ട് ഉണ്ടായ തോൽവിയാണ് എന്ന നിലയ്ക്കാണ് ശ്രീമതി റീത്ത ബെഞ്ചമിൻ അതിനെ വിശദീകരിച്ചത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കളത്തിൽ ചേർക്കാൻ കഴിയുന്ന തോൽവിയാണോ ആം ആദ്മി പാർട്ടിക്കുണ്ടായത്, വിജയമാണോ BJPക്ക് ഉണ്ടായിട്ടുള്ളത്? സർവ്വ മേഖലകളിൽ നിന്നുള്ള വോട്ട് സമാഹരിക്കാൻ 7-ൽ നിന്ന് 48-ലേക്ക് കുതിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഡൽഹിയിൽ ഉണ്ടായി എന്നുള്ളത് ആം ആദ്മി പാർട്ടിക്ക് കാണാനോ അങ്ങനെ ഒരു കണക്കുകൂട്ടൽ ഉണ്ടാക്കാനോ സാധിക്കാതെ പോയത് എങ്ങനെയാണ്? സാങ്കേതികമായിട്ട് BJP വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം 48 സീറ്റ് നേടി അവർ വിജയിച്ചിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി 22 സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേവലം 2% വോട്ടിൻ്റെ മാത്രം വ്യത്യാസമാണ് ഉള്ളത്. ആം ആദ്മി പാർട്ടിക്ക് 43.55%, BJPക്ക് 45.68%, 43-ഉം 45-ഉം, കേവലം 2% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ആം ആദ്മി പാർട്ടിക്കും BJPക്കും തമ്മിലുള്ളത്. ഇവിടെ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടത് ഒരിക്കലും ആം ആദ്മി പാർട്ടിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല. അപ്പോൾ നമുക്കറിയാം, ഈ ഇലക്ഷന് ശരിക്കും വിജയിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJPയേക്കാൾ ഉപരിയായിട്ട് ഡൽഹിയിലെ ജനങ്ങളാണ്. ഈ ഡൽഹിയിലെ ജനങ്ങൾ എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആം ആദ്മി പാർട്ടി മുന്നോട്ട് കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതികളുടെ വിജയമായിരുന്നു. കാരണം ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ജനക്ഷേമ പദ്ധതികൾ തുടരും എന്ന് BJPയും കോൺഗ്രസും അവരുടെ പ്രകടന പത്രികയിൽ പറയുകയുണ്ടായി. ഒരു പരിധിവരെ ആം ആദ്മി പാർട്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികളെക്കാളൊക്കെ ഉപരിയായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ ഈ 2 പാർട്ടികളും പ്രഖ്യാപിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിജയിച്ചത് ആം ആദ്മി പാർട്ടിയുടെ ജനക്ഷേമ പദ്ധതികൾ തന്നെയായിരുന്നു. കാരണം ഈ ജനക്ഷേമ പദ്ധതികൾ തുടരില്ല എന്ന് BJP പറഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളതാണ് സീറ്റ്. ആം ആദ്മി പാർട്ടിയുടെ ആശയങ്ങളാണ് വിജയിച്ചത്, ഡൽഹിയിലെ ജനങ്ങളാണ് വിജയിച്ചത് എന്നുള്ളതാണ് അങ്ങ് വിശദീകരിക്കുന്നത്. നിങ്ങൾ തോൽക്കുമ്പോഴാണ് ഡൽഹിയിലെ ജനങ്ങൾ വിജയിക്കുന്നത് എന്നാണോ നിങ്ങൾ കാണുന്നത്? ഞങ്ങൾ തോക്കുമ്പോൾ വിജയിക്കുന്നുള്ള സാങ്കേതികപരമായിട്ട് അതാണ് പറഞ്ഞത്. 2% സാങ്കേതികപരമായിട്ട് 2% വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ BJP വിജയിച്ചു. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ വിജയത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ എങ്ങനെയാണ് വിജയിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആം ആദ്മി പാർട്ടിയുടെ നയങ്ങളെയും നിലപാടുകളെയും എതിർത്തുകൊണ്ട് BJPയും കോൺഗ്രസും മത്സരിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തന്ത്രപരമായിട്ട് മുൻ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ തുടരും എന്നാണ് BJP പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ട് BJP ആം ആദ്മി പാർട്ടിയുടെ ജനക്ഷേമ പദ്ധതികളെ എതിർത്ത് സംസാരിച്ചില്ല? ഒരുപക്ഷെ എതിർത്ത് സംസാരിച്ചിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ആം ആദ്മി പാർട്ടി ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വാഗ്ദാനങ്ങളെ എതിർത്തിട്ടില്ലായിരിക്കാം, പക്ഷെ ആം ആദ്മി പാർട്ടിയുടെ നയങ്ങൾ തുടരുമെന്നോ ഉള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. BJP അതിന് പകരമായി മറ്റ് പലതരത്തിലും BJP തന്നെ ഒരിക്കൽ തള്ളിപ്പറഞ്ഞിട്ടുള്ള സൗജന്യങ്ങൾ എന്ന് പരിഹസിച്ചിട്ടുള്ള കാര്യങ്ങൾ അതെവിടെ ആവർത്തിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ അത് ആം ആദ്മി പാർട്ടിയുടെ നയങ്ങൾ തുടരും എന്ന ഒരു പ്രഖ്യാപനമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ B ഗോപാലകൃഷ്ണൻ അതിൽ വ്യക്തത വരുത്തുകയും ചെയ്യും. എന്തായാലും ഒരു തരത്തിലും ന്യായീകരിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയാത്ത തരത്തിലുള്ള പരാജയമാണ്. പരാജയം അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കം വ്യക്തമാക്കുകയും ചെയ്തത്. ഡൽഹി അത്രയേറെ കൈപ്പേറിയ അനുഭവമാണ് ആം ആദ്മി പാർട്ടിക്ക് 2025-ലെ തെരഞ്ഞെടുപ്പിൽ സമ്മാനിച്ചിരിക്കുകയും ചെയ്തത്.